ഡൽഹിയിലെ CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വരികയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന പ്രതിഷേധ സദസ്സിൽ ഇവർ വിദ്യാർത്ഥികൾക്കൊപ്പം അണിനിരന്നു. എഴുത്തുകാരനായി NS മാധവൻ, നടൻ ജോജു ജോർജ്, സംവിധായകൻ ആഷിഖ് അബു, എഴുത്തുകാരി KR മീര ഉൾപ്പെടെ വിവിധ സാംസ്കാരിക പ്രവർത്തകരും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചെന്ന്. ശ്യാം, ഡൽഹിയിലെ CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ സാംസ്കാരിക പ്രവർത്തകർ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ സദസ്സിന്റെ ഭാഗമാവുകയാണല്ലോ. ഇതിന് രാഷ്ട്രീയ സ്വഭാവമുണ്ടോ? ഇത് ഇടതുപക്ഷ അനുകൂലമായ നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരുമാണോ, അതോ സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളെല്ലാമാണോ? എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ വരുന്നതും ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്? രതീഷ, കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന കാര്യം അറിയിക്കുകയും തുടർന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സിനിമാ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകളുമൊക്കെ എത്തിച്ചേരുകയായിരുന്നു. കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. SFIയുടെ നേതൃത്വത്തിൽ SFIയുടെ പേര് ലേബലല്ല എങ്കിൽ പോലും കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിയിലേക്കാണ് വിവിധ സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകൾ വന്നിരിക്കുന്നത്. NS മാധവൻ, അതോടൊപ്പം തന്നെ KR മീര, ജോജു ജോർജ്, CPM ജില്ലാ സെക്രട്ടറി സതീഷ് കുമാർ, ആഷിഖ് അബു അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അല്പം മുമ്പ് NS മാധവനാണ് ആദ്യം ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ജനവിശ്വാസത്തിനെതിരായി സർക്കാർ എപ്പോൾ നീങ്ങുന്നുവോ അത് ഓർമ്മിപ്പിക്കാനുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ ഉൾപ്പെടെ നടന്നത്. ആ പ്രതിഷേധത്തെയാണ് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ടത്. ആ പ്രതിഷേധത്തെ അടിച്ചമർത്തിയപ്പോൾ ഈ പോലീസിനൊപ്പം കുറേയധികം യുവാക്കൾ മുഖംമൂടി ധരിച്ചെത്തിയതും തന്നെ വേദനിപ്പിക്കുന്നു എന്ന് NS മാധവൻ വ്യക്തമാക്കി. ഇപ്പോൾ KR മീര ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഡൽഹിയിലെ CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സിനിമാ സാംസ്കാരിക ഇടത് പ്രവർത്തകർ, CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുണ്ട് ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അതിൽ സജീവമാകുകയാണ് വീണ്ടും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അടക്കം ഉള്ളവർ എന്ന കാര്യം പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.